മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ കേസിൽ ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം വിനിയോഗിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാൻ ദുരന്ത നിവാരണ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നിയമത്തിലെ 13-ാം വകുപ്പ് ഉപയോഗിക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാകണം. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒഴിഞ്ഞു മാറരുത്. എഴുതിത്തള്ളേണ്ടത് വലിയ തുകയല്ലെന്ന് ബാങ്കുകളെ ഓർമ്മിപ്പിച്ച ഹൈക്കോടതി കേരള ബാങ്ക് 4.98 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളിയതും ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ ക്ഷേമരാഷ്ട്രത്തിലെ ഭരണനിർവഹണ ചുമതല നിർവഹിക്കുമെന്ന് കരുതുന്നതായും ജീവിതവും വരുമാനവും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇതിനിടെ ബാങ്ക് വായ്പ സംബന്ധിച്ച കേന്ദ്ര നിലപാടിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്തെത്തി. നാട്ടിലൊക്കെ പറയും നട്ടാൽ കിളിർക്കാത്ത നുണ പറയുക എന്ന് പറയുന്നത് പോലെ കേരളത്തെ ഒരു വിധത്തിലും മുന്നോട്ട് നയിക്കാൻ അനുവദിക്കില്ലെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൂരമായ നടപടി വീണ്ടും ചൂരൽമലയിലെ ജനങ്ങളുടെ തലയ്ക്ക് മീതെ ഒരു പേമാരി പോലെ പെയ്ത അനുഭവമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അഭിഭാഷകൻ കോടതിയുടെ അകത്ത് പ്രഖ്യാപിച്ചത്. അതേസമയം മുഖ്യമന്ത്രി പങ്കെടുത്ത SLBC യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് ബാങ്ക് വായ്പ എഴുതിത്തള്ളേണ്ടെന്ന തീരുമാനമെടുത്തതെന്ന കേന്ദ്ര സർക്കാർ വാദവും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വായ്പ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തീരുമാനമെടുത്ത 2 SLBC യോഗത്തിന്റെയും മിനിറ്റ്സുകൾ സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 24 തിരുവനന്തപുരം.